നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IPO മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ചാണ്. എപ്പോഴാണ് ഒരു പുതിയ കമ്പനി IPO ലോഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആ IPOയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ ആ കമ്പനിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊരു റിയൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണോ അല്ലയോ എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ടോ എന്നും നമ്മൾ ഈ പറഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം വാട്ട് ഈസ് ആൻ IPO ഇൻവെസ്റ്റ്മെൻറ്റ്? ബിഫോർ സ്റ്റാർട്ടിങ് ദിസ് വീഡിയോ ഒരു കാര്യം ഓർത്തിരിക്കുക, ഐ ആം നോട്ട് എ സെബി സർട്ടിഫൈഡ് അനലിസ്റ്റ്. പക്ഷേ എങ്കിലും ഡാറ്റ ബേസ് ലോജിക്കലി ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ ആണെന്ന് കൺസിഡർ ചെയ്യുക. IPO ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്, അതായത് ഒരു കമ്പനി ആ കമ്പനിയുടെ ഷെയർ ആദ്യമായിട്ട് പബ്ലിക്കിന് കൊടുക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്ന പേരാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്. നമ്മൾ നോർമലി സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ നോർമലി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണ് ഷെയർ മേടിക്കുന്നതോ അത് വേറെ ഏതൊരു ഒരു ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ മേടിക്കുന്നത്. ആരാണ് വിൽക്കുന്നതെന്ന് നമുക്കറിയത്തില്ല, കാരണം ഇതെല്ലാം ഓൺലൈൻ ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് നമുക്ക് വിൽക്കുന്ന ആൾ ഡീറ്റെയിലോ കാര്യങ്ങളോ അറിയത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ IPOയിൽ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് കമ്പനിയിൽ നിന്ന് നേരിട്ട് ഷെയർ കിട്ടുന്ന ഒരു പ്രോസസ്സിനെയാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് നോർമലി പറയുന്നത്. എന്തുകൊണ്ടാണ് ഒരു കമ്പനി ഇനീഷ്യൽ പബ്ലിക് ഓഫറിലേക്ക് പോകുന്നത്? അതിന് പല റീസൺ ഉണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നോർമലായിട്ടൊരു റീസൺ എന്ന് പറഞ്ഞാൽ, ഒരു കമ്പനിക്ക് ഫണ്ടിൻ്റെ ആവശ്യമാണ്. ഓഫ് കോഴ്സ് പൈസ വേണം, അതുകൊണ്ടാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്പനി പബ്ലിക് ഓഫറിന് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ റീസൺ എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷനാണ്. ഇപ്പോൾ ഒരു കമ്പനി ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം, അവർക്കൊരു കുറേ പൈസ വേണം, അവരുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യാം, IPO കൊണ്ടുവരാം, പൈസ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാം, അത് വെച്ചിട്ട് ബിസിനസ് ചെയ്യും. നമ്പർ 2 എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ കമ്പനിയിൽ ഒരുപാട് ലോൺ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം, എല്ലാ മാസവും EMI അടയ്ക്കേണ്ട വലിയൊരു തലവേദനയാണ്. കമ്പനിക്ക് വലിയ പ്രോഫിറ്റൊന്നും ആയി വരുന്നില്ല, ചിലപ്പോൾ 2-3 വർഷം കൂടി എടുക്കുമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ IPO ലോഞ്ച് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് എന്ത് ചെയ്യാം, കമ്പനിയുടെ കടം വീട്ടാം. മൂന്നാമത്തെ ഒരു റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല ബിസിനസ് ആൾക്കാരും കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ ബിസിനസ് എന്ത് ചെയ്യും, ലിസ്റ്റ് ചെയ്യും. അങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ട് അവരവരുടെ ഒരു പെർസെൻറ്റേജ് വിറ്റ് കഴിയുമ്പോൾ അവർക്ക് വലിയൊരു എമൗണ്ട് കിട്ടും. അത് അവരെന്ത് ചെയ്യും, വീട്ടിൽ കൊണ്ടുപോകും. ആണ് പ്രൊമോട്ടേഴ്സിൻ്റെ സെയിൽ എന്ന് പറയുന്നത്. അവർ ഓണർഷിപ്പ് വേറെ ആൾക്കാർക്ക് കൊടുക്കുന്നു. മൊത്തത്തിൽ കൊടുക്കില്ല, ഒരു സർട്ടൻ പെർസെൻറ്റേജ് ആയിരിക്കും കൊടുക്കുന്നത്. നാലാമത്തെ ഒരു റീസൺ IPO വരുന്നതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ബിസിനസ് ചെയ്യണമെങ്കിൽ പൈസ വേണം. ആദ്യം നമ്മളെ പൈസ ഇൻവെസ്റ്റ് ചെയ്യും, പിന്നെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്ന വീട്ടിലുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കും, നമ്മുടെ ഫ്രണ്ട്സിനെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ നല്ല ബിസിനസ് ഐഡിയ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, പല ഫണ്ട് ഹൗസുകൾ, അല്ലെങ്കിൽ പ്രൈവറ്റ് വെൽത്ത് ഉള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ കമ്പനിയിലേക്ക് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്, അങ്ങനെ പല ടെർമിനോളജീസ് ഉണ്ട്. അതനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താണ്? ഇപ്പോൾ ഒരാൾ നിങ്ങളുടെ കമ്പനിയിൽ ഒരു 50 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ ഇപ്പോൾ ലക്ഷ്യം കുറേ കഴിയുമ്പോൾ നിങ്ങളുടെ കമ്പനി വലുതാകണം. അത് വലുതായി കഴിയുമ്പം ആ പറയുന്ന ഷെയർ വിറ്റ് കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു പ്രോഫിറ്റ് കിട്ടും. അതാണ് ഇവരുടെയൊക്കെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പനി ഐഡിയ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ കമ്പനി എന്ത് ചെയ്യും, ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ പറയുന്ന പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഫണ്ട് ഹൗസുകാരെ സംബന്ധിച്ച് അവർക്ക് എക്സിറ്റ് കൊടുക്കാം. കമ്പനിയെ സംബന്ധിച്ച് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ IPO ലോഞ്ച് ചെയ്യുക, അതിൽ നിന്ന് അവർ പൈസ ഉണ്ടാക്കും. ദാറ്റ് ഈസ് എ റീസൺ IPOയ്ക്ക് പോകാനുള്ള നല്ലൊരു റീസണാണ്. പിന്നെ ചില കമ്പനി IPO ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കമ്പനി ലിസ്റ്റഡ് ആണ്, മാർക്കറ്റിലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ ഓരോ ലോകത്തും അല്ലെങ്കിൽ ഓരോ രാജ്യത്തും ഏറ്റവും കൂടുതൽ ഹൈ നെറ്റ്വർത്തുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ അത് ആക്ച്വലി ഉള്ളവരുടെ നെറ്റ്വർത്ത് ആയിരിക്കില്ല, അവരുടെ കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ എടുത്തതിന് ശേഷമാണ് അവരുടെ നെറ്റ്വർത്ത് നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രസ്റ്റീജിയസ് വേണ്ടി ചില ആൾക്കാർ എന്ത് ചെയ്യും, IPO ലോഞ്ച് ചെയ്യാറുണ്ട്. പിന്നെ ചില കമ്പനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ, എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ കൊടുക്കും, അതായത് ഷെയർ കൊടുക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ എംപ്ലോയീസിന് ആ ഷെയർ ഡിസ്പോസ് ചെയ്യണം, വിൽക്കണം, അത് ഫ്രീലി ട്രാൻസ്ഫർ ഒക്കെ ചെയ്യണമെങ്കിൽ ഒരു കമ്പനി IPOയിലേക്ക് പോയ കമ്പനിയാണ്, അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിയാണെങ്കിൽ അത് കുറച്ചും കൂടെ എംപ്ലോയീസിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഇതായിട്ട് കണ്ടിട്ടുണ്ട്. അതിനൊക്കെ വേണ്ടിയാണ് കമ്പനി നോർമലി IPO ലോഞ്ച് ചെയ്യുന്നത്. പക്ഷേ എന്താണ് ഈ IPO ഇൻവെസ്റ്റ്മെൻറ്റ് പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിയുമ്പോഴുള്ള പ്രശ്നം എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്പർ 1 ഞാൻ കണ്ടേക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, IPO കൊണ്ടുവരുന്ന ആരാണ്? IPO കൊണ്ടുവരുന്ന കമ്പനിയാണ്. ആ IPO കൊണ്ടുവരുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ മെർച്ചൻറ്റ് ബാങ്കർ എന്ന് പറയും. ഈ മെർച്ചൻറ്റ് ബാങ്കിൻ്റെ ലക്ഷ്യം എന്നാണ്, ഈ IPO സക്സസ് ആയി കഴിഞ്ഞാൽ ആ മെർച്ചൻറ്റ് ബാങ്കിന് ഈ പറഞ്ഞ കമ്പനി ഒരു കമ്മീഷൻ കൊടുക്കും. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ സക്സസ് ആക്കാൻ മെർച്ചൻറ്റ് ബാങ്കേഴ്സിനും കമ്പനിക്കും ആവശ്യമാണ്. അപ്പോൾ എപ്പോഴും IPOയിലെ ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഓവർ പ്രൈസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഫെയർ പ്രൈസ് ആയിരിക്കും.
നമുക്ക് ഡിസ്കൗണ്ട് കിട്ടത്തില്ല. ഇപ്പം നമുക്കറിയാമല്ലോ ലിസ്റ്റഡ് കമ്പനിയുടെ ഷെയർ കൂടുതൽ ഹ്യൂജ് ഡിസ്കൗണ്ട് കിട്ടിയായിരുന്നു. പക്ഷേ IPO മാർക്കറ്റിൽ അങ്ങനെ കിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടാണ് പലപ്പോഴും ന്യൂസ് കട്ടിംഗ് ഒക്കെ വായിച്ചു നോക്കുക. പല കമ്പനി ഈ പറയുന്ന റിസഷൻ, യുക്രൈൻ വാർ, ട്രംപിൻ്റെ താരിഫ് ഇഷ്യൂ വരുമ്പോൾ മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ IPOയ്ക്ക് പോയ കമ്പനികൾ അവരുടെ ഫയൽ അല്ലെങ്കിൽ പേപ്പർ വിഡ്രോ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈപ്പ് ജനറേറ്റ് ചെയ്യുക. അതായത് മാർക്കറ്റ് എപ്പോഴാണോ ബൂമുള്ളത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പല കമ്പനികളും IPO കൊണ്ടുവരുന്നത്. അപ്പം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന IPOയിലെ ഷെയർ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുന്ന ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി കേസിലും ഓവർ പ്രൈസ്ഡ് ആയിരിക്കും. അപ്പം ഡിസ്കൗണ്ട് സെയിൽസിന് നിങ്ങൾക്ക് കിട്ടത്തില്ല. സെക്കൻഡ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ IPO സക്സസ് ആണ് ഓടിയോ 10 times 20 times 30 times ഒക്കെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മളെപ്പോലെയുള്ള സാധാരണ ആൾക്കാർക്ക് അത് കിട്ടില്ല. ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒരു കമ്പനി IPOയ്ക്ക് പോയി കഴിയുമ്പോൾ അവർ കുറച്ച് എമൗണ്ട് HNI കസ്റ്റമേഴ്സിന് കൊടുക്കും, ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കും, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കും, ബാക്കിയുള്ളത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരു IPO ഭയങ്കര സക്സസ് ആണെങ്കിൽ നിങ്ങൾ ആ കമ്പനിയെ കുറിച്ച് വലിയ ഡിസ്കഷനോ കാര്യങ്ങളോ ഒക്കെ വെക്കും, വിച്ച് ഇസ് ഓക്കെ. പക്ഷെ എന്നെ സംഭവിക്കുന്നത് നമുക്ക് ഈ സാധനം കിട്ടത്തില്ല. ഐ ഡോണ്ട് നോ വൈ. പ്രോറേറ്റ ബേസിസിൽ ഒന്നും അല്ല അവർ അലോട്ട് ചെയ്യുന്നതെന്നാണ് മൈ അണ്ടർസ്റ്റാൻഡിങ്. നമ്പർ 3, വിൽട്ടോ ഡ്രസ്സിങ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു IPO കൊണ്ടുവരുന്ന ഒരു കമ്പനി അവരെ സപ്പോർട്ട് ചെയ്യുന്ന മെർച്ചൻറ്റ് ബാങ്കറാണ്. അപ്പോൾ അവർക്ക് മാക്സിമം പൈസ കിട്ടുക, ദാറ്റ് ഇസ് വാട്ട് അവരുടെ ലക്ഷ്യം. അതായത് ആ കമ്പനിക്ക് മാക്സിമം വാല്യുവേഷൻ കാണിക്കുക, അതാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ വന്നു കഴിയുമ്പം പലപ്പോഴും ആ ഫിനാൻഷ്യൽസൊക്കെ മാക്സിമം പോളിഷ് ചെയ്ത രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു പ്രശ്നം, നമ്മൾ IPOയിലുള്ള കമ്പനികളെ കുറിച്ച് പഠിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കായുള്ള ഡാറ്റ ഇൻഫർമേഷൻസ് ഒന്നും കിട്ടത്തില്ല. പക്ഷെ ഓൾറെഡി ലിസ്റ്റ് ചെയ്ത കമ്പനിക്കാണെങ്കിൽ സെബി റിക്വയർഷൻ അനുസരിച്ച് കുറേയേറെ ലിസ്റ്റിംഗ് റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് കുറേയേറെ ഡാറ്റ ഗ്യാദർ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ IPOയ്ക്ക് വരുന്ന കമ്പനിക്ക് ഇത്രയും നാൾ അങ്ങനെ ഒരു ഗൈഡൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കുള്ള ഇൻഫർമേഷൻ ഭയങ്കര ലിമിറ്റഡ് ഇൻഫർമേഷൻ ആയിരിക്കും. ആരാണ് നമ്മൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച്. പിന്നെ വേറെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ IPO കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഒരുപാട് ന്യൂസ് മീഡിയകൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും, പേപ്പറിൽ അഡ്വർടൈസ്മെൻറ്റ് വരും, അതോടൊപ്പം തന്നെ പല ചാനലുകളും ഇത് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. കാരണം ഇവരെയൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, കമ്പനിക്കാർ തന്നെ പ്രൊമോട്ട് ചെയ്യും. കാരണം അവർക്ക് അവരുടെ ഒരു ന്യൂസ് ഫ്ലോ ഉണ്ടാകും. പിന്നെ ഈവൻ ഫണ്ടിങ് ഉണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല. അപ്പം പലരും പറയും IPO ഇതാണ്, ഇന്ന നല്ല കമ്പനിയാണ്, ഇന്ന വാല്യുവേഷൻ ആണെന്നൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്യും. അപ്പം നോർമലി IPOയിൽ ഭയങ്കരമായിട്ടൊരു വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞൊരു ടെർമിനോളജി നമ്മൾ യൂസ് ചെയ്യേണ്ടത് കാണാൻ സാധിക്കും. വേറെ ഒരു പ്രശ്നം ഞാൻ കണ്ടേക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺസ് IPO ഒക്കെ ലോഞ്ച് ചെയ്തു അതിനുശേഷം മീഡിയ കവറേജ് കാര്യങ്ങളൊക്കെ കുറവായിട്ട് വരുന്നതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ലിസ്റ്റഡ് കമ്പനികളുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി ലിസ്റ്റ് ചെയ്ത IPOയെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് കുറവായിരിക്കും. ചിലപ്പം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കമ്പനികളെ കുറിച്ചൊക്കെ മാത്രം ഡിസ്കഷൻ വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ IPOയിൽ പലപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IPOയ്ക്ക് മുമ്പ് നമുക്ക് ഷെയർ മേടിക്കാം. അപ്പം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിനൊക്കെ ചിലപ്പോൾ കുറച്ച് റെസ്ട്രിക്ഷൻസുകളാവും. IPO ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 5-6 മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടേ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ലോക്ക് ഇൻ പീരീഡുള്ള ആൾക്കാർക്ക് ഷെയർ വിൽക്കാൻ പറ്റരുത്. അതായത് പ്രീ IPOയിലൊക്കെ വാങ്ങിച്ചേക്കുന്ന ഷെയറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം സംഭവിക്കുന്നത് IPO സ്റ്റാർട്ട് ചെയ്തു, ചിലപ്പോൾ ഹിറ്റ് ആകാം, ചിലപ്പോൾ ഡൗൺ ആകാം. പക്ഷേ കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേനും ഭയങ്കരമായിട്ടുള്ള ഷെയർ സെല്ലിംഗ് പ്രഷേഴ്സ് വരും. കാരണം പ്രീ IPOയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുടെ ലക്ഷ്യം എന്നാണ് IPO വരുമ്പോൾ അതിൽ വിൽക്കുക, പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിയുമ്പോൾ ഞാൻ എടുക്കുന്ന പ്രോഗ്രാം. ഈ IPO അതിൻ്റെ സക്സസ് റേറ്റിനെ കുറിച്ച് ഫ്ലോറിഡ യൂണിവേഴ്സിറ്റിയിലുള്ളൊരു പ്രൊഫസർ ജെറിറ്റർ ഒരു സ്റ്റഡീസ് നടത്തി. അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്റ്റഡീസാണ്. പുള്ളിയുടെ സ്റ്റഡീസിൽ നിന്ന് റിവീൽ ചെയ്തേക്കുന്ന ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്നാണ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലോങ് ടൈമിൽ ഒരു IPOയുടെ റിട്ടേൺ പരിശോധിച്ച് കഴിഞ്ഞാൽ, ലോങ് ടൈം പറഞ്ഞാൽ ഒരു 3 years എടുക്കുകയാണെങ്കിൽ US ഈ സ്റ്റഡി നടത്തിയിരിക്കുന്നത് 1975 തൊട്ട് 2020 വരെ ഉള്ളൊരു സ്റ്റഡിയാണ്. ഇറ്റ്സ് വെരി റിലവൻറ്റ് സ്റ്റഡി. 18.4% ഈ ഒരു 3 years ഹൊറൈസൺ എടുത്ത് കഴിയുമ്പോൾ IPOയിലേക്ക് പോയ കമ്പനികളുടെ ഒരു റിട്ടേൺ എന്ന് പറയുന്നത്. പക്ഷേ ആ സെയിം സമയത്ത് S&P 500, അതായത് നമ്മുടെ ഇവിടുത്തെ സെൻസെക്സ് പോലെ US ഫേമസ് ആയുള്ളൊരു ഇൻഡെക്സാണ്. അതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് ഒരു 36% റിട്ടേൺ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്താണ് ആക്ച്വലി ദ കൺക്ലൂഷൻ ഓഫ് ഈ സ്റ്റഡീസ് എന്ന് പറയുന്നത്? IPO ഇൻവെസ്റ്റ്മെൻറ്റ് 18.3%, അതായത് 50% അണ്ടർ പെർഫോമൻസ് എന്നാണ് പറയുന്നത്. സോ അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലെ മീഡിയ കവറേജ് വരുന്ന പോലെ റിയാലിറ്റി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ്സ് നോട്ട് ദ റിയാലിറ്റി.
ഒന്നോ രണ്ടോ കമ്പനികൾ അതിഭയങ്കരമായ രീതിയിൽ പെർഫോം ചെയ്യും. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കുകയെ 10-100 കമ്പനികൾ IPO വന്നിട്ട് അതിൽ ഒന്നോ രണ്ടോ സക്സസ് റേറ്റ് ഉണ്ടാകുമ്പോൾ നമ്മുടെ പേഴ്സൻറ്റേജ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1-2%. അപ്പോൾ ആ 100 കമ്പനി 2 കമ്പനി അല്ലെങ്കിൽ 3 കമ്പനി ഐഡൻറ്റിഫൈ എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആണെന്നാണ് മൈ അണ്ടർസ്റ്റാൻഡിങ്. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത്. മൈ വ്യൂ ദിസ് കുവാമൈ ഐ ആം നോട്ട് എ സെബി രജിസ്റ്റേർഡ് അഡ്വൈസർ. ഒൺലി തിയററ്റിക്കലി അല്ലെങ്കിൽ പ്രാക്ടിക്കലി ഡാറ്റ അനലൈസ് ചെയ്തതിന് ശേഷം ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ എന്ന് മാത്രമേ കൺസിഡർ ചെയ്യാവുള്ളൂ. ഈ ക്ലാസ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? മൈ പ്ലാൻ ഫോർ IPO, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്ത് ചെയ്യും? പല സബ്ജക്ട്സ് നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല, നമുക്ക് പക്ഷേ ചില സബ്ജക്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചുള്ള ഒരു ബെസ്റ്റ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താണ്? യു ക്യാൻ ഡിസൈഡ് വെയർ യു വാണ്ട് ടു ഡു ബെസ്റ്റ്. ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫീസ് യു ക്യാൻ ഡിസൈഡ്. IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അൺലിസ്റ്റഡ് സ്പേസിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല, ഗവൺമെൻറ് കമ്പനിയുടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ഓവർ കടമുള്ള കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തില്ല, പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല. അങ്ങനെ ഒരുപാട് ഫിൽട്ടർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്, ഒരുപാട് ഐഡിയ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വെൽത്ത് ജനറേറ്റ് ചെയ്യില്ല. 1-2-3 ഐഡിയ. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്ററാണ് രാകേഷ് സിന്ധുവാല. ഈ പാസ്റ്റ് 3 years ബാക്ക് പുള്ളിക്ക് 50,000 കോടി രൂപ നെറ്റ് വർത്തുണ്ടായിരുന്നു. 5,000 രൂപ സ്റ്റാർട്ട് ചെയ്തു. ആ 50,000 കോടി രൂപയിൽ 75% പുള്ളിക്ക് ആ വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് 3 ഐഡിയാസാണ് കഴിഞ്ഞ് 30-35 വർഷമായിട്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചതുകൂടെ ഐ ഡോണ്ട് ഇൻവെസ്റ്റ് ഇൻ IPO നമ്പർ 1. പിന്നെ നമുക്കിതെല്ലാം പഠിക്കാൻ വേണ്ടിയുള്ള ടൈം കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കിതിനൊന്നും സമയം കിട്ടുന്നില്ല. അപ്പോൾ വേണ്ടാത്ത കുറേ ഏരിയാസ്, IPO പോലുള്ള ഏരിയാസ് സക്സസ് റേറ്റ് കുറവായതുകൊണ്ട് യു ക്യാൻ തിരുന്നു. ഒരു കാര്യം, IPO ലോഞ്ച് ചെയ്യുന്ന കമ്പനികളെക്കുറിച്ചൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പഠിക്കാം. അപ്പോൾ അതിൽ നല്ല ബിസിനസ് മോഡലുണ്ട്, ഗ്രോത്ത് ഉള്ള കമ്പനികളുണ്ടെങ്കിൽ അത് നമ്മളെ റഡാറിൽ വയ്ക്കുക. കാരണം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ നേരത്തെ ഏറ്റവും വലിയൊരു റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു മീ 2 കാര്യങ്ങൾ. നമ്മൾ വാങ്ങിക്കുന്നത് ഡിസ്കൗണ്ടിൽ വാങ്ങിക്കുക. നമ്പർ 2, ആ കമ്പനി ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവുമെങ്കിൽ ആ 2 കോമ്പിനേഷനും കൂടി ഉള്ളതായിരിക്കും ഏറ്റവും നല്ല ഡെഡ്ലി കോമ്പിനേഷൻ ഫോർ എൻ ഇൻവെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന IPO ഇൻവെസ്റ്റ്മെൻറ്റിൽ ഗ്രോത്ത് കയറി മാത്രമേ നമുക്കൊരു പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ പറ്റുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴാണോ ഡിസ്കൗണ്ട് സീസൺ നടക്കുന്നത്, ഡിസ്കൗണ്ട് സീസൺ നടക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, കോവിഡ് വന്ന സമയത്ത്, അല്ലെങ്കിൽ യുക്രൈൻ റഷ്യ വാർ നടന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പം ട്രംപ് താരിഫ് ഇഷ്യൂ വന്നപ്പോൾ ഒക്കെ പലപ്പോഴും മാർക്കറ്റ് 50%, 60%, 30% ഒക്കെ പ്രൈസ് കുറഞ്ഞിട്ടാണ് പല കമ്പനികളുടെയും ഷെയർ അവൈലബിൾ ആയിരിക്കുന്നത്. ഇത്രയും നാൾ ഒരു ഷെയർ മേടിക്കാൻ ഇപ്പം നമുക്ക് 3 ഷെയർ മേടിക്കാനാണെങ്കിൽ എന്ത് ചെയ്യണം? നല്ല കമ്പനിയാണെങ്കിൽ ഇങ്ങനെയുള്ള സമയത്ത് വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. സോ ഐ നെവർ അപ്ലൈ ഫോർ എനി IPO. ഏതൊരു IPO കുറിച്ച് ആൾക്കാർ ഡിസ്കസ് ചെയ്താൽ ഐ ഡോണ്ട് തിങ്ക് ടു മച്ച് അബൌട്ട് ദിസ്. പക്ഷേ IPO ഒക്കെ ലോഞ്ച് ചെയ്തതിന് ശേഷം ആ എന്നാ പറയുന്നത് ആൾക്കാരുടെ ഫോമോ അല്ലെങ്കിൽ ആ ഡിസ്കഷനൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ അനലൈസ് ചെയ്ത് വെക്കുക. ദെൻ നല്ലതാണെന്ന് തോന്നുവാണെങ്കിൽ വാങ്ങിക്കുക. ഹോൾഡ് ഇറ്റ് ഫോർ ലോങ് ടൈം. നിങ്ങൾക്കറിയാലോ, ഐ ഡോണ്ട് ടോക്ക് അബൌട്ട് ഷോർട്ട് ടൈം, ഓൺലി ലോങ് ടൈം പോയിന്റ് മാത്രമേ ഞാൻ ഡിസ്കസ് ചെയ്യാറുള്ളൂ. മോർ ദാൻ 1 അല്ലെങ്കിൽ 2 years 3 yearsന് മേലുള്ള വ്യൂസ് മാത്രമേ എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലുള്ളൂ. ദെൻ ഐ നെവർ ഇൻവെസ്റ്റഡ് ഇൻ IPO. ഇനി ഫ്യൂച്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് തിങ്ക് സോ ഐ വിൽ ഇൻവെസ്റ്റ് ഇൻ IPO. പക്ഷേ ഞാൻ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്തൊരു കമ്പനി പറയാം. ഇതൊരു സുപ്രിയ ലൈഫ് സയൻസ് എന്ന് പറഞ്ഞൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. ഈ പറയുന്ന കമ്പനി IPO ഒന്ന് ഇച്ചിരി കഴിഞ്ഞപ്പോൾ എൻ്റെ റഡാറിൽ വന്നൊരു കമ്പനിയാണ്. അതായത് 2021 അല്ലെങ്കിൽ 2022 ആദ്യം IPO ലോഞ്ച് ചെയ്തു. 500 രൂപയ്ക്കാണ് ഷെയർ ലിസ്റ്റ് ചെയ്തത്. കുറച്ച് നാളത് 500, 510 നിന്നു. ദെൻ സഡൻലി സ്റ്റാർട്ടഡ് കറക്റ്റിംഗ്. പല ഫാക്ടർ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് കൊണ്ടായിരിക്കാം. ആ പറയുന്ന ഷെയർ ഒരു സുപ്രഭാതത്തിൽ 270, 280 വന്നു. ഐ തിങ്ക് ഐ ബ്രോട്ട് ഇറ്റ് 280 ഞാൻ വാങ്ങിച്ചു. പക്ഷേ ആ ഷെയർ വീണ്ടും ഇറ്റ് വെൻ ടു 108. അപ്പോൾ 40% എനിക്ക് ലോസ് ഉണ്ടായി. ബട്ട് ഐ വാസ് വെരി കൺവിൻസ്ഡ് അബൌട്ട് ദ കമ്പനി ഗ്രോത്ത് എക്സെട്ര. പക്ഷേ അത് 2023 ആയപ്പോഴത്തേനും അത് കയറി. ഞാൻ മേടിച്ചു 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റാർട്ടഡ് പെർഫോമിങ്. ബിസിനസ് വന്നു. അതാണ് അതിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം. നിങ്ങൾക്ക് ഫിനാൻഷ്യൽസൊക്കെ നോക്കിയാൽ മനസ്സിലാവും.
ഐ തിങ്ക് 2024-25 ഐ എം സ്റ്റിൽ ഹോൾഡിങ് ഇറ്റ്. ആ പറയുന്ന കമ്പനി 800-835 രൂപ എന്ത് സംഭവിച്ചു? പ്രൈസ് വന്നു. അപ്പം ഇഫ് ഐ ബ്രോഡ് ഇറ്റ് അറ്റ് IPO 500 മേടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 800, നോട്ട് മച്ച് റിട്ടേൺ. പക്ഷേ 280 രൂപയ്ക്ക് മേടിച്ച് ഷെയർ ഇപ്പോൾ 840 രൂപ പറഞ്ഞു കഴിഞ്ഞാൽ വെരി വെരി ഗുഡ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പം മൈ മെസ്സേജ് ഇസ് വെരി സിമ്പിൾ. എന്ത് ചെയ്യണം? ലോട്ട് ടൈം വ്യൂവിൽ നാളെ എന്ത് ചെയ്യണം? IPOയിലുള്ള കമ്പനികളെ കുറിച്ച് പഠിക്കുക. ആ പറയുന്ന കമ്പനി എപ്പോഴാണോ ഡിസ്കൗണ്ടിൽ അവൈലബിൾ ആയിരിക്കുന്നത്, നിങ്ങൾക്ക് തോന്നുവാണ് നല്ലൊരു ഗ്രോത്ത് പെർസ്പെക്റ്റീവ് ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ യെസ് യു ക്യാൻ ബെറ്റ് ഫോർ ഇറ്റ്. എന്നാണ് എൻ്റെ ഈ എഡ്യൂക്കേഷൻ വീഡിയോയുടെ കണ്ടന്റ്. ഐ ഹോപ്പ് യു ഗോട്ട് സംതിങ് ഫ്രം ദിസ് വീഡിയോ.